സാമാന്യ യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ CPM-നെയും CPM-ൻ്റെ നേതാക്കളെയും അന്ധമായി ന്യായീകരിക്കുന്നവരെയാണ് നമ്മൾ അന്ധം കമ്മികൾ അല്ലെങ്കിൽ കമ്മികൾ എന്ന് വിളിച്ച് പരിഹസിക്കാറുള്ളത്. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ ഇവർ ന്യായീകരിക്കുന്നത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെയോ നിലപാടുകളെയോ അല്ല, നേരെ മറിച്ച് CPM-ൻ്റെ നേതാക്കൾ കാണിച്ചു കൂട്ടുന്ന, അവരുടെ മക്കൾ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകളെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരക്കാർ പൊതുസമൂഹത്തിനു മുമ്പിൽ വലിയ രീതിയിൽ പരിഹാസ്യരായി തീരുന്നത്. ഇത്തരത്തിൽ കേരള ജനതയ്ക്ക് മുമ്പിൽ പരിഹാസ്യരായ നിരവധി നേതാക്കളെ കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നവരാണ് കോട്ടയത്തു നിന്നുള്ള CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽകുമാറും, അതുപോലെ തന്നെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് അരുൺകുമാറും, DYFIയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ജേക്സി തോമസും, SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PM മാർഷോയും, CPM സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ചിന്താ ജെറോമിനെയും പോലുള്ളവർ. ഏതൊക്കെയാണെങ്കിലും ഇക്കൂട്ടത്തിൽ ഏതാണ് മൂത്ത ഇനം അന്തം കമ്മി എന്ന കാര്യത്തിൽ വളരെ ആരോഗ്യകരമായ ഒരു മത്സരം തന്നെ ഞാൻ ഈ പറഞ്ഞ പേരുകാർക്കിടയിൽ നടക്കുന്നുണ്ട്. എന്നാൽ താൻ എല്ലാത്തിനേക്കാളും മൂത്ത ഒരു ഇനമാണ് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള DYFIയുടെ മുൻ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് അരുൺകുമാർ. അത്രമാത്രം നാണവും മാനവുമില്ലാതെയാണ് CPM നേതാക്കളുടെ കൊള്ളരുതായ്മകളെ അദ്ദേഹം ന്യായീകരിക്കുന്നത്. തൻ്റെ സാമാന്യ ബുദ്ധിയെ ജനങ്ങൾ ചോദ്യം ചെയ്യും എന്നുള്ള ഒരു വിഷയം പോലും അരുൺകുമാറിനെ ഒരു ചർച്ചകളിലും ബാധിക്കാറില്ല. എത്രമാത്രം ചർച്ചകളിൽ അപഹാസ്യനായി തീർന്നാലും വീണ്ടും വീണ്ടും ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്ന കാര്യത്തിൽ അരുൺകുമാറിൻ്റെ പാർട്ടിയോടുള്ള കൂറ് അചഞ്ചലമാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏറ്റവും ഒടുവിലായി ഈ ദിവസങ്ങളിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും അരുൺകുമാർ ഒരു ചാനൽ ചർച്ചയിൽ, കൃത്യമായി പറഞ്ഞാൽ മീഡിയ വൺ നടത്തിയ ഒരു ചാനൽ ചർച്ചയിൽ വീണ വിജയനെ ന്യായീകരിച്ചുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങളാണ്. നമുക്കേവർക്കും അറിവുള്ളതുപോലെ തന്നെ CMRL അഴിമതി കേസിൽ വീണ വിജയൻ കുറ്റക്കാരിയാണ് എന്നുള്ളതിനുള്ള പകൽ പോലെ വ്യക്തമായ നിരവധി തെളിവുകൾ ഇപ്പോൾ ഈ ലോകത്തിന് മുമ്പിലുണ്ട്. കാരണം യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെയാണ് കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ വീണ വിജയൻ കൈപ്പറ്റിയിട്ടുള്ളത്. വീണ വിജയൻ എന്ത് തരം സേവനമാണ് CMRL എന്ന കമ്പനിക്ക് നൽകിയത് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുവാൻ വീണ വിജയന് പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല. വീണ വിജയൻ്റെ കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്കോ CMRLിലെ ഉദ്യോഗസ്ഥർക്കോ വീണ വിജയൻ ഇത്തരത്തിൽ ഏതെങ്കിലും നിലയിലുള്ള സേവനങ്ങൾ വ്യക്തിപരമായോ അവരുടെ കമ്പനിയിലൂടെയോ ഈ കമ്പനിക്ക് നൽകിയതായി സ്ഥിരീകരിക്കുവാനും കഴിഞ്ഞിട്ടില്ല. CPM സംസ്ഥാന നേതൃത്വം ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് വളരെ ബാലിശമായ ഒരു ആരോപണം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതായത് CPM പറയുന്നതനുസരിച്ച് ഇത് രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ഇടപാടാണ്, ഇതിന് കൃത്യമായി നികുതി നൽകിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇവിടെ ഏവരും മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും വലിയ സത്യം എന്താണെന്ന് വെച്ചാൽ വീണ വിജയൻ്റെ കമ്പനിയിലേക്കും വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്കും കരിമണൽ കർത്ത എന്ന ആരോപണ വിധേയനായിട്ടുള്ള വിവാദ വ്യവസായി 2.78 കോടി രൂപ സർവീസ് ഫീസായിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് ലോണായി 50 ലക്ഷം രൂപയും കൈമാറിയിട്ടുള്ളത് വെറുതെയൊന്നുമല്ല. ഈ കൈമാറ്റങ്ങളെല്ലാം നടന്നിട്ടുള്ളത് പിണറായി വിജയൻ എന്ന നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കുന്ന സാഹചര്യത്തിലാണ്. അതായത് ഭരണകൂടത്തിൻ്റെ സംരക്ഷണം തങ്ങളുടെ നെറുകേടുകൾക്ക് ലഭിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ട്രാൻസാക്ഷന് വേണ്ടി പണം ചിലവാക്കുവാൻ കരിമണൽ കർത്ത മുതിർന്നത്. അതായത് ആത്യന്തികമായി ഈ ഇൻകം ടാക്സ് ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലിൽ പറയുന്ന പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിക്കുള്ള കൈക്കൂലിപ്പണം തന്നെയാണ് വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലൂടെ CMRL കൈമാറിയിട്ടുള്ളത്. ടാക്സ് അടച്ചാൽ കൈക്കൂലി അല്ലാതാകുമോ എന്നൊരു ചോദ്യമാണ് ഇവിടെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ചോദിക്കുന്നത്. ഒരു ഘട്ടത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ വിജയൻ എന്തുതരം സേവനങ്ങളാണ് ലഭ്യമാക്കിയത് എന്ന് അവർക്ക് പോലും EDക്ക് മുൻപിലോ മറ്റന്വേഷണ ഏജൻസിക്ക് മുമ്പിലോ കോടതിക്ക് മുമ്പിലോ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും വീണ വിജയൻ ഏതെല്ലാം സോഫ്റ്റ്വെയറുകളാണ് കരിമണൽ കർത്തായുടെ കമ്പനിക്ക് സപ്ലൈ ചെയ്തതെന്നും ആ സോഫ്റ്റ്വെയറുകൾ എങ്ങനെയാണ് സർവീസ് ചെയ്തതെന്നും മീഡിയ വണ്ണിൻ്റെ ചർച്ചയിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൻ്റെ മറുപടി കേൾക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതബദ്ധരായി പോകുന്നത്. ആദ്യമായി അരുൺകുമാർ എന്താണ് മീഡിയ വൺ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കാം. അരുൺകുമാർ CMRL ഉപയോഗിക്കുന്ന 4 സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? പവർ ബിൽഡർ, MS ഓഫീസ്, ഔട്ട്ലുക്ക്, ടാലി. എന്ത് സംശയമുണ്ടോ? ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണോ ഒരു കമ്പനി ഡെവലപ്മെന്റ് ആവശ്യം വേണ്ടി വരുന്നതാണ്. ഈ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ അവതാരകൻ ചോദിക്കുന്നത് ഏതൊക്കെ 4 സോഫ്റ്റ്വെയറുകളാണ് വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക് എന്ന കമ്പനി CMRL എന്ന കമ്പനിക്ക് നൽകിയതെന്നാണ്. ഇവിടെ അരുൺകുമാർ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന മറുപടിയാണ് സാമാന്യ ബുദ്ധിയുള്ള മലയാളികളെ ഞെട്ടിച്ചു കളയുന്നത്. അദ്ദേഹം 4 സോഫ്റ്റ്വെയറുകളുടെ പേരുകളാണ് പറയുന്നത്. പവർ ബിൽഡർ, MS ഓഫീസ്, ടാലി,
മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എന്നീ 4 സോഫ്റ്റ്വെയറുകളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 4 സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എല്ലാ സോഫ്റ്റ്വെയറുകളും ഒറിജിനൽ വേർഷൻ പർച്ചേസ് ചെയ്യാൽ പോലും ഒരു കമ്പനിക്ക് പരമാവധി ചിലവാകുക 5-6 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെയുള്ളിടത്താണ് ഇവിടെ 2,78 ലക്ഷം രൂപ ഈ 4 സോഫ്റ്റ്വെയറുകൾക്കായി ഈ CMRL എന്ന കമ്പനി വീണ വിജയന് കൈമാറി എന്ന ന്യായീകരണം ചാനൽ ചർച്ചയ്ക്ക് മുമ്പിൽ വന്നിരുന്ന, ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ വന്നിരുന്ന് ഉളുപ്പില്ലാതെ അരുൺകുമാർ നിരത്തുന്നത്. ഈ 4 സോഫ്റ്റ്വെയറുകളിൽ 2 സോഫ്റ്റ്വെയർ, അതായത് MS ഓഫീസും മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കും എന്ന് പറയുന്നത് ഒരു 10ാം ക്ലാസ് തലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്വായത്തമാക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇതിൽ MS ഓഫീസ് എന്ന് പറയുന്നത് ഓഫീസ് കൃത്യനിർവഹണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബേസിക് സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് വേർഡ് ഡോക്യുമെൻ്റ് ഉൾപ്പെടുന്നുണ്ട്, എക്സൽ ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന ഒരു ബേസിക് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉൾപ്പെടുന്നുണ്ട്. ഇനി ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഒരു ഇമെയിൽ സർവീസാണ്. മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി, ബഹുരാഷ്ട്ര കമ്പനി ഒരുക്കുന്ന ഒരു ഇമെയിൽ സർവീസാണ്. അതായത് ഒരു കമ്പനിയിലെ ആന്തരികമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇമെയിലുകൾക്ക് വേണ്ടി സാധാരണഗതിയിൽ ആളുകൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ സർവീസാണ് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള എല്ലാ കുട്ടികളും ഒരു 15 വയസ്സിന് മുമ്പ് തന്നെ അടിസ്ഥാനങ്ങൾ സ്വായത്തമാക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് എന്ന യാഥാർത്ഥ്യവും നമ്മളിവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ടാലിയാണ്. +2 തലത്തിൽ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ബിരുദ തലത്തിൽ BCom എടുക്കുന്ന വിദ്യാർത്ഥികളും സ്വായത്തമാക്കുന്ന ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് ടാലി. ടാലി സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രോ വേർഷൻ മേടിക്കാൻ പോലും 1 ലക്ഷത്തിൽ താഴെ രൂപ മാത്രമേ ഒരു കമ്പനിക്ക് ചിലവാകുകയുള്ളൂ. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് മൊഡ്യൂളുകൾ സ്വായത്തമാക്കണമെങ്കിൽ പോലും ഇതിലും അല്പം കൂടുതൽ തുക കൊടുത്താൽ മാത്രം മതിയാകും. അങ്ങനെയുള്ളിടത്താണ് കോടിക്കണക്കിന് രൂപ കരിമറൽ കമ്പനിയായിട്ടുള്ള CMRL ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നീട് അരുൺകുമാർ വലിയ കാര്യത്തിൽ എടുത്തു പറയുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പവർ ബിൽഡർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റത്തിനും ഈ പറയുന്ന കോടികളൊന്നും ചിലവാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ അടിസ്ഥാന ബേസിക് ലെവൽ സോഫ്റ്റ്വെയറുകൾ 4 എണ്ണം, അതായത് കൊച്ചു കുട്ടികൾ പോലും 15ാം വയസ്സിൽ തന്നെ സ്വായത്തമാക്കുന്ന സോഫ്റ്റ്വെയറുകൾ വീണ വിജയൻ്റെ കമ്പനി CMRLന് പ്രൊവൈഡ് ചെയ്തു എന്നും അതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കി എന്നുമുള്ള ഏറ്റവും നിന്ദ്യമായിട്ടുള്ള, അപഹാസ്യമായിട്ടുള്ള, അരോചകമായിട്ടുള്ള ക്യാപ്സൂളാണ് അരുൺകുമാർ ഇവിടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളമ്പിയിരിക്കുന്നത്. അരുൺകുമാർ ഒരു വിഡ്ഢിയാണെന്നും കേരള ജനത്തിനു മുമ്പിൽ ഒരു കോമാളിയാണെന്നും മറ്റാരേക്കാളും തിരിച്ചറിയുന്നത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നതുകൂടി നാം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. അതായത് PT തോമസിൻ്റെ മരണശേഷം തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാർട്ടി കീഴ്ഘടകങ്ങൾ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി അരുൺകുമാർ ആയിരുന്നു. എന്നാൽ ഇയാളെ ഒഴിവാക്കിക്കൊണ്ട് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഹൃദയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ഹൃദ്രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടറായിട്ടുള്ള ജോ ജോസഫിനെയാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിപ്പിച്ചത്. വലിയ ഭൂരിപക്ഷത്തിൽ ജോ ജോസഫ് പരാജയപ്പെട്ടിടത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും അരുൺകുമാറിനെ മത്സരത്തിനായി പാർട്ടി നിയോഗിക്കുമെന്നാണ് പാർട്ടി സഖാക്കളിൽ ഏവരും വിശ്വസിച്ചിരുന്നത്. കാരണം പാർട്ടിക്ക് ഒരു രീതിയിലും വിജയസാധ്യതയില്ലാത്ത ഈ സീറ്റിൽ അരുൺകുമാറിനെ പോലൊരു വിഡ്ഢിയെ നിർത്തിയെങ്കിൽ പോലും അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ദോഷമൊന്നും ചെയ്യില്ല എന്നായിരുന്നു സാധാരണ സഖാക്കളുടെയും ജില്ലാ നേതൃത്വത്തിൻ്റെയും വിലയിരുത്തൽ. എന്നാൽ അതുപോലും പാർട്ടിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന കൃത്യമായ തിരിച്ചറിവ് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും ഉണ്ടായിരുന്നതിനാലാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുൺകുമാറിന് വീണ്ടും തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടത്. ഇവിടെ അരുൺകുമാറിന് പകരം CPM അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് പുഷ്പദാസ് എന്ന സ്ഥാനാർത്ഥിയാണ്. 50,000-ൽ പരം വോട്ടുകൾക്കാണ് ഉമാ തോമസ് എന്ന UDFൻ്റെ കരുത്തയായ നേതാവായിട്ടുള്ള സിറ്റിംഗ് MLAയോട് CPM ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയത്. അങ്ങനെ നാണം കെട്ട് തോൽക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് പോലും പാർട്ടി പോലും പരിഗണിക്കാത്ത സ്ഥാനാർത്ഥിയായിട്ടുള്ള അരുൺകുമാർ എത്ര നാൾ ഈ വിഡിത്തം വിളമ്പിക്കൊണ്ട് CPMനൊപ്പം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി രാഷ്ട്രീയമായി കണ്ടറിയേണ്ടുന്ന ഒരു വസ്തുത. ഏതൊക്കെയാണെങ്കിലും അരുൺകുമാർ എന്ന അന്തം കമ്മിയുടെ, ഒരു സവിശേഷതരം കമ്മിയുടെ പ്രത്യേകതകൾ വിവരിച്ചുകൊണ്ട് വീണ വിജയനുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ നൽകിയ വിചിത്രമായിട്ടുള്ള വിശദീകരണത്തിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.